സദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായം അതിൻ്റെ 17, 18, 19, 20 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായം അതിൻ്റെ 17, 18, 19, 20 വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. എൻ്റെ പക്കൽ ധനവും മാനവും പുരാണ സമ്പത്തും നീതിയുമുണ്ട്. എൻ്റെ ഫലം പൊന്നിലും തങ്കത്തിലും എൻ്റെ ആദായം മേത്തരമായ വെള്ളിയിലും നല്ലത്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കി കൊടുക്കുകയും അവരുടെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിൻ്റെ പാതകളിലും നടക്കുന്നു. സ്തോത്രം. ഈ നല്ല പകൽക്കാലം സർവശക്തനായ ദൈവം നമ്മോട് പറയുകയാണ്, നീ എങ്കലേക്ക് അടുത്തു വരുമെങ്കിൽ ഞാൻ നിന്നോട് അടുത്തു വരും. നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ സ്നേഹം മതിവരുവോളം ഞാൻ നിനക്ക് തന്ന് നിന്നെ നിറയ്ക്കും. ഒന്നിനും ഒട്ടും കുറവില്ലാതെ സകല നന്മകളും തന്ന് ഞാൻ നിന്നെ ഉയർത്തി മാനിക്കും. നോക്ക്, സ്നേഹത്തിന് വിലയായി സർവശക്തനായ ദൈവം എന്തൊക്കെയാണ് തരാമെന്ന് പറഞ്ഞെന്നറിയാമോ? എന്തൊക്കെ നിനക്ക് ആവശ്യമുണ്ടോ അതെല്ലാം തന്നു നിറയ്ക്കാമെന്നാ സർവശക്തനായ ദൈവം പറയുന്നത്. അങ്ങനെ ദൈവം പറയുന്നതനുസരിച്ച് ദൈവവചനപ്രകാരം നാം നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണാൻ കഴിയും. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ തങ്ങൾക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ട് ദൈവത്തിന് മഹത്വമായി യാത്ര ചെയ്യാൻ ശ്രമിച്ചാൽ നാം വഴിയിൽ വീണു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. വിശുദ്ധ തിരുവെഴുത്ത് സങ്കീർത്തനം 91:10-11 പറയുന്നത്, ഒരനർത്ഥവും നിനക്ക് വരാതെ ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൽ അടുക്കാതെ നിൻ്റെ എല്ലാ വഴികളിലും ഞാൻ നിന്നെ കാത്തുകൊള്ളാം. സ്തോത്രം. അങ്ങനെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം വാക്കുമാറാതെ ഇന്നയോളം കൂടെ നിന്നെങ്കിൽ മേലിലും അവൻ നമ്മുടെ കൂടെ നിൽക്കുവാൻ മനസ്സുള്ളവനാ. പക്ഷേ ആ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ച് ഈ നല്ല പകൽക്കാലം നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി, ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി നിങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. സങ്കീർത്തനം 128:1 പറയുന്നത്, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വചനം പറയുന്ന പ്രകാരം അവൻ്റെ വഴികളിൽ നടക്കണമെന്ന്. സ്തോത്രം. ദൈവത്തിൻ്റെ വഴിയെ നടക്കുവാൻ ഇത്തിരി പ്രയാസമാണ്. ലോകത്തിൻ്റെ വഴിയിൽ പോകുവാൻ ഒരു പ്രയാസവുമില്ല. ലോകത്തിൻ്റെ വഴി വിശാലമാണ്, ദൈവത്തിൻ്റെ വഴി ഇടുക്കവും ഞെരുക്കവുമാണ്. അതെന്തുകൊണ്ടാണ് ഇടുക്കവും ഞെരുക്കവും എന്ന് പറയുന്നത്? അനവധി കഷ്ടങ്ങളിലൂടെ വേണം നീ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ചേരുവാൻ. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ മഹത്വം അനുഭവിക്കുമ്പോൾ നിനക്ക് തുള്ളിച്ചാടി ദൈവത്തെ ആരാധിപ്പാൻ കഴിയത്തുള്ളൂ. കഷ്ടം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, രോഗം വരുമ്പോൾ, നിരാശ വരുമ്പോൾ ഒക്കെ പലപ്പോഴും നീ തകർന്നു പോകാറുണ്ട്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയോട് സർവശക്തനായ ദൈവം പറയുന്നത്, മോനെ കരയണ്ട, മോളെ കരയണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നിനക്ക് ഈ കഷ്ടം വന്നത്, നിനക്ക് ഈ രോഗം വന്നത്, നിനക്ക് ഈ പ്രതികൂലം വന്നത് അത് മരണത്തിന് വിട്ടുകൊടുക്കാനല്ല, എൻ്റെ മഹത്വം നിന്നിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാ. സ്തോത്രം. നോക്ക്, ഈ നല്ല പകലിൽ സർവശക്തനായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമുണ്ടല്ലോ, അതാർക്കും വിലമതിക്കാൻ കഴിയാത്തതാ. സ്തോത്രം. സ്വർഗലോകത്ത് നിന്ന് താണലോകത്തിലേക്ക് വേഷത്തിൽ മനുഷ്യരൂപമെടുത്ത് നമ്മുടെ ഇടയിൽ വന്ന് നമ്മുടെ കണ്ണുനീര് തുടച്ച് നമ്മൾക്ക് വേണ്ടത് നൽകിത്തന്ന് സ്വർഗലോകത്തിന് അവകാശിയാക്കി തീർത്തിട്ട് അവൻ പറയുക, നിങ്ങൾ ഈ ഭൂമിയിൽ പാർക്കുന്നിടത്തോളം കാലം, സ്തോത്രം, എൻ്റെ മഹത്വത്തെ പ്രസിദ്ധമാക്കണം. എൻ്റെ മഹത്വത്തെ പ്രസിദ്ധമാക്കുവാൻ ആത്മാവിൻ്റെ അമിത ബലം പ്രാപിക്കണം. അങ്ങനെ അമിത ബലം പ്രാപിച്ചിട്ട് ഭൂലോകത്തിൽ അങ്ങോളം ഇങ്ങോളം പോകണം. സ്തോത്രം.
അങ്ങനെ പോയി എൻ്റെ നാമത്തെ നിങ്ങൾ ലോകത്തോട് വിളിച്ച് പറയുമ്പോൾ എൻ്റെ മഹത്വം നിങ്ങളിലൂടെ ഞാൻ മറ്റുള്ളവരിലേക്ക് പകരപ്പെടും. അങ്ങനെയാണെങ്കിൽ നിന്നെ നോക്കി ഒരുവൻ കുറ്റം പറയുവാൻ ഞാൻ അനുവദിക്കത്തില്ല. കാരണം നിൻ്റെ ജീവിതത്തിലെ കുറവുകൾ കണ്ടിട്ട് നിന്നെ പരിഹസിപ്പാൻ ഇടവന്നാൽ അത് എന്നെ പരിഹസിക്കുന്ന തുല്യമാണ്. അതുകൊണ്ട് ഒന്നിനും ഒട്ടും കുറവില്ലാതെ സകലതും സർവവും നാം തന്നു നിറപ്പാൻ ഞാൻ മനസ്സുള്ളവനാകൊണ്ട് നീ എന്നോട് ചേർന്ന് നിന്ന് എന്നെ മഹത്വപ്പെടുത്തുവിൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ, ലോകത്തിലെ കഷ്ടങ്ങൾ പലരെയും കടന്നു പിടിച്ച് രോഗത്തിനടിമയാക്കി ശാപഗ്രസ്തരാക്കി മരണകരമായ ആപത്തിലൂടെ കടത്തിവിടുമ്പോൾ കുഞ്ഞെ നിനക്കും എനിക്കും തന്ന ജീവൻ്റെ വിലയുണ്ടല്ലോ, അത് മുളകത്തേക്കാൾ വിലയാണെന്ന് നീ തിരിച്ചറിയണം. സ്തോത്രം. ആ ജീവൻ്റെ വില ലോകത്തിൽ ആർക്കും നശിപ്പിച്ച് കളയുവാൻ പറ്റാത്തതാണെന്ന് തിരിച്ചറിയണം. അല്പം കഷ്ടം വരുമ്പോൾ, അല്പം കണ്ണുനീര് വരുമ്പോൾ, അല്പം ഞെരുക്കം വരുമ്പോൾ അതെൻ്റെ ദൈവം അറിയാതെയല്ല ഇരിക്കുന്നത്. കാരണം എൻ്റെ കർത്താവിനറിയാം നിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദിനചര്യകൾ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന്. അതുകൊണ്ടാണ് ഭക്തന്മാർ അതികാലത്ത് എഴുന്ന് ദൈവത്തിൻ്റെ തിരുമുഖം അന്വേഷിക്കുന്നു. സ്തോത്രം. ആ ദൈവത്തിൻ്റെ തിരുമുഖം അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്: പരിശുദ്ധനായ ദൈവമേ, എൻ്റെ കുടുംബം, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ സഹോദരങ്ങൾ സ്തോത്രം ഈ ഭൂതലത്തിൽ പാർക്കുന്നുണ്ട്. ഒന്നിനും കുറവില്ലാതെ അവരെ കാത്തുകൊള്ളണമേ. സ്തോത്രം. ആ പ്രാർത്ഥന പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ചെല്ലുന്നത് കൊണ്ടാ കുഞ്ഞെ നീ നിൻ്റെ തലമുറയും ദേശത്ത് പട്ടുപോകാതെ നിലനിൽക്കുന്നത്. രാത്രിയാമങ്ങളിൽ നീ പറയുന്ന നന്ദിയുണ്ടല്ലോ, പകൽക്കാലം മുഴുവനും കാത്തു പരിപാലിച്ച ദൈവമേ നന്ദിയെന്ന്. അതുകൊണ്ട് ആ രാത്രിയാമത്തിൽ മറ്റുള്ളവരെ പോലെ സ്വസ്ഥത കെടാതെ സമാധാനത്തോടെ നീ കിടന്നുറങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ നിന്നെ ഉറക്കുകയും ഉണർത്തുകയും ചെയ്യുന്ന ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അനേകർ കഴിഞ്ഞ രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് പ്രഭാതം കണ്ടില്ല. അനേകർ രോഗികളായി ഹോസ്പിറ്റലിൽ കിടന്നവർ ഈ പ്രഭാതം കണ്ടില്ല. വളരെ പ്രതീക്ഷയോടെ കാത്ത് പലതും ഇന്നത്തെ പകൽക്കാലം ചെയ്തെടുക്കാമെന്ന് പറഞ്ഞവർ പലരും ഈ പ്രഭാതം കണ്ടില്ല. എന്നാൽ നിനക്കും എനിക്കും ഈ പ്രഭാതം കാണുവാൻ സഹായിച്ചത് ആരാണെന്നറിയാമോ? നിന്നെയും എന്നെയും ജീവനോടെ ശേഷിപ്പിച്ചത് ആരാണെന്നറിയാമോ? അത് നമ്മുടെ മിടുക്കല്ല, നമ്മുടെ കഴിവല്ല, ദൈവത്തിൻ്റെ കരുണയാൽ അവൻ നൽകി തന്ന ദീർഘായുസ. അങ്ങനെയെങ്കിൽ ആ ദീർഘായുസിൻ്റെ മധ്യത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടുവാനല്ല എൻ്റെ കർത്താവ് നിന്നെ വിളിച്ചത്. എൻ്റെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നല്ല പകലിൽ പറയട്ടെ, ദൈവവചനം പറയുന്നത് അനുസരിച്ച് നീ യാത്ര ചെയ്താൽ നീ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. സ്തോത്രം. പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. സ്തോത്രം. ദൈവസ്നേഹത്തിൻ്റെ ആഴം എന്താണെന്നറിയാമോ? സഹിപ്പാനും ക്ഷമിപ്പാനും കരുതുവാനും ചേർത്ത് പിടിക്കുവാനുള്ള മനോഭാവമാണ്. സ്തോത്രം. സ്വാർത്ഥത വെടിഞ്ഞ് സന്തോഷത്തോടെ സഹിഷ്ണുതയോടെ ചേർത്ത് പിടിക്കാനുള്ള മനോഭാവം, അതാണ് യേശു പറഞ്ഞത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആ സ്നേഹം നിൻ്റെ അകത്ത് നിന്ന് പുറത്തു വന്നാൽ ലോകം നിന്നെ അംഗീകരിക്കും. സ്തോത്രം. പിശാച് നിന്നെ ഭയപ്പെടും. ഈ ലോകത്തിൻ്റെ മുമ്പിൽ കുറേ ധനം സമ്പാദിച്ച് സ്തോത്രം വാരിക്കൂട്ടി വെച്ചിട്ട് സന്തോഷിക്കാമെന്ന് നാം ചിന്തിച്ചാൽ അത് ഒടുവിൽ നിനക്ക് സങ്കടമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ഭവിപ്പാനിടയുണ്ട്. അതിനൊരു ഉദാഹരണം വിശുദ്ധ ബൈബിളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വിവരിക്കുന്നുണ്ട്. ഒരു ധനവാനായ മനുഷ്യൻ തനിക്ക് വേണ്ടതെല്ലാം സ്വരൂപിച്ച് കൂട്ടിവെക്കാൻ തീരുമാനിച്ചു. തൻ്റെ വയലിൽ വിളഞ്ഞ വിത്ത് മുഴുവനും മതിവരുവോളം കൂട്ടി വയ്ക്കാൻ തൻ്റെ കളപ്പുര പോരാ എന്ന് കരുതി ഇടിച്ചു പൊളിച്ച് പണിതെടുക്കാൻ അവൻ ആഗ്രഹിച്ചു. സ്തോത്രം. അതൊരിക്കലും തെറ്റല്ല. കാരണം തൻ്റെ വയലിൽ വിളഞ്ഞ വിത്താണ്. അത് കൂട്ടിവെച്ച് തനിക്ക് തൻ്റെ മക്കൾക്കും അനുഭവിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. സ്തോത്രം. കാരണം കർത്താവിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെ, നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആ വയലിൽ വിതച്ച വിത്ത് ആരുടെ കയ്യിലാണെന്നറിയാമോ? ജോലിക്കാരുടെ കരങ്ങളാലാണ് ആ വയലിൽ വിതച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ വയൽ ഇഷ്ടം പോലെ വിളവുണ്ട്, ഞാൻ കൂട്ടിവെക്കുമെന്ന്. സ്തോത്രം. എന്നാൽ ആ വിതച്ചവരുടെ കരങ്ങളിൽ അത് പലതും എത്തിക്കാണത്തില്ല. സ്തോത്രം. അവൻ കൂട്ടിവെച്ചിട്ട് സന്തോഷത്തോടെ കിടന്നുറങ്ങി. വചനം ഇങ്ങനെ പറയുന്നു, ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ അത് മതി. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഉണ്ണുവാനും ഉടുക്കുവാനും എത്ര കിട്ടിയാലും
തികയാതെ ജീവിതത്തിൽ പിന്നെയും പിന്നെയും വേണമെന്ന് പറഞ്ഞ് നിൻ്റെ ആർത്തി മൂത്ത് ഭ്രാന്തായി നീ ഓടുമ്പോൾ കുഞ്ഞ്, നീ ഒരു കാര്യം മറന്നു പോകുന്നു. നിൽക്കാനുള്ള കൃപ തന്ന, നീ ശ്വസിക്കുന്ന നിൻ്റെ ജീവൻ തന്ന ദൈവത്തെ നീ മറന്നു പോകരുത്. അങ്ങനെ ആരൊക്കെ ദൈവത്തെ മറന്നിട്ടുണ്ടോ അവരെല്ലാം ഈ ലോകത്തിൽ തങ്ങളുടെ ആയുസ് തികച്ചെടുത്തിട്ടില്ല. സ്തോത്രം. ആയുസിൻ്റെ മധ്യത്തിൽ അവർ പലപ്പോഴും പട്ടുപോയിട്ടുണ്ട്. ആയുസ് തികയുന്നതിന് മുമ്പ് അവർ മഹാരോഗത്തിന് അടിമകളായി തീർന്നിട്ട് ഞരങ്ങി ജീവിതം തള്ളി നീക്കിയിട്ടുണ്ട്. എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. ആ ധനവാൻ പറഞ്ഞ വാക്ക് സ്വർഗം കേട്ടു. ഇന്ന് പകൽക്കാലം നിൻ്റെ ഹൃദയത്തിലെ ചിന്തകളും വിചാരങ്ങളും നിരൂപണങ്ങളും അറിയുന്ന സർവശക്തനായ ദൈവം ആ ധനവാനെ നോക്കി നിന്നോടുകൂടെ പറയുക, ഇന്ന് രാത്രി നിൻ്റെ ആത്മാവിനെ ഞാൻ നിന്നോട് ചോദിച്ചാൽ നീ കൂട്ടിവെച്ചൊത്തുകയും ആരനുഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ നല്ല പകൽക്കാലം പറയട്ടെ, ആ ധനവാൻ ഞെട്ടി ഉണർന്നിട്ട് ദൈവത്തിൽ കരയുവാൻ തുടങ്ങി. സ്തോത്രം. ശരിയാണ്, ഞാൻ ഈ കൂട്ടിവെച്ചത് എൻ്റെ പ്രാണനില്ലെങ്കിൽ ഇതൊന്നും എനിക്ക് അനുഭവിപ്പാൻ കഴിയത്തില്ലെന്ന്. സ്തോത്രം. അവന് മാനസാന്തരം ഉണ്ടാക്കുവാൻ ദൈവം ആ ചോദ്യം ചോദിച്ചെങ്കിൽ, ജീവിച്ചിരിക്കുന്ന ദൈവ പൈതലേ, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതലേ, നിന്നെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ, നിന്റെ കലവറ നിറയ്ക്കുമ്പോൾ നീ ഓർക്കണം, നിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവർ, നിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവർ എന്ത് തിന്നു, എന്ത് കുടിച്ചു. നിന്റെ കുഞ്ഞുങ്ങൾ വലിയ വലിയ കോളേജുകളും സ്കൂളിലും പഠിക്കുമ്പോൾ അവൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു? കുഞ്ഞ് ലോകത്തിന് മുമ്പിൽ ക്രിസ്തുവിൻ്റെ മനോഭാവം നിനക്കുണ്ടെങ്കിൽ സ്തോത്രം, നിന്റെ മക്കൾ ഒരിക്കലും തകർന്നു പോകുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. സ്തോത്രം. നിന്റെ കൂട്ടാളി ഒരിക്കലും തകർന്നു പോകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. നീ ഒരിക്കലും നിലവിളിച്ചുകൊണ്ട് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറ് നടക്കുവാൻ എൻ്റെ കർത്താവ് സമ്മതിക്കത്തില്ല. നമുക്ക് 2 മക്കളാണുള്ളത്, ചിലവർക്ക് 3 മക്കൾ, അതിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞാലും വേണ്ട എന്ന് പറഞ്ഞ് അവർ അതിനെല്ലാം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ പറയട്ടെ, ദൈവം മഹത്വത്തിനായി ദൈവം തരുന്നത് 2 കരവും നീട്ടി വാങ്ങിയിട്ട് ദൈവത്തിന് മഹത്വം കൊടുത്താണ്ടല്ലോ ഒരു സാഹചര്യത്തിൽ പോലും നീ പരാജയപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ സമ്പത്തുണ്ടല്ലോ അത് പൊന്നിലും തങ്കത്തിലും ഏറ്റവും മേത്തരമായതാ. സ്തോത്രം. നാം എല്ലാവരും ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വർണത്തിൻ്റെ വില കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാ, പൊന്നിൻ്റെ വില കേൾക്കുമ്പോൾ നമുക്ക് പേടിയാ, തങ്കത്തിൻ്റെ വില കേൾക്കുമ്പോൾ പേടിയാ. കാരണം എന്തിനാ പേടിക്കുന്നത് അറിയാമോ? അയ്യോ, ഇങ്ങനെ കൂടിപ്പോയാൽ എൻ്റെ കൊച്ചിനെ എങ്ങനെ കല്യാണം കഴിപ്പിക്കും? സ്വത്രം. നിനക്ക് മക്കളെ തന്നത് ദൈവമാണെങ്കിൽ, നിനക്ക് കുടുംബജീവിതം തന്നത് ദൈവമാണെങ്കിൽ, നിന്നെ ഇത്രത്തോളം ആയുസ്സോടെ വച്ചത് ദൈവമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, നീ സ്വർണത്തിന് വില കൂടിയാലും, എന്ത് വസ്തുവിന് വില കൂടിയാലും, എന്തെല്ലാം സാധനത്തിന് വില കൂടിയാലും നീ ഭാരപ്പെടേണ്ടതില്ല. കാരണം നിനക്ക് വേണ്ടത് സ്വർഗം കരുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറഞ്ഞത്, നിനക്കായി കരുതും അവൻ നല്ല ഓഹരി, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയെന്ന്. സ്തോത്രം. ഈ നല്ല പകലിൽ പറയട്ടെ, ലോകത്തിൻ്റെ മോഹത്തിലേക്കല്ല നീ നോക്കേണ്ടത്, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണം. സ്തോത്രം. എന്നിട്ട് ദൈവത്തോട് പറയണം, കുടുംബം തന്നത് നീയാണെങ്കിൽ, കുഞ്ഞുങ്ങളെ തന്നത് നീയാണെങ്കിൽ, എനിക്ക് പാർക്കുവാൻ ഭവനം തന്നത് നീയാണെങ്കിൽ, യാത്ര ചെയ്യാൻ വാഹനം തന്ന നീയാണെങ്കിൽ, കർത്താവേ, അന്ത്യത്തോളം അങ്ങേ വിട്ടേച്ചു പോകുവാൻ എനിക്കിടവരല്ലേ എന്ന് പറഞ്ഞ് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നിന്നെ ഒന്ന് സമർപ്പിച്ച് കൊടുത്തു നോക്കൂ കുഞ്ഞ്. എത്ര വലിയ പ്രതികൂലം നിനക്ക് നേരെ ആഞ്ഞടിച്ചാലും, എന്തെല്ലാം രോഗങ്ങൾ അനേകരെ കടന്നു പിടിച്ചാലും, സാമ്പത്തികമായ തകർച്ചകൾ അനേകരുടെ മുൻപിലൂടെ നിന്റെ കണ്ണിന് മുൻപിലൂടെ കടന്നു പോയാലും, അതൊന്നും നിന്നെ തൊടാതെ വണ്ണം കാക്കുവാൻ എൻ്റെ കർത്താവ് മതിയായവനാ. ഈ നല്ല പകൽക്കാലം പറയട്ടെ, പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ, എന്തെല്ലാം വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല. സ്തോത്രം. എന്നാൽ കർത്താവ് പത്രോസോട് പറയുന്നൊരു കാര്യമുണ്ട്, പത്രോസേ, ഇന്ന് കോഴി കൂകുന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയും. സ്തോത്രം.
സ്തോത്രം. പത്രോസ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കർത്താവ് അങ്ങനെ പറയുമെന്ന്. കാരണം നമ്മുടെ ചിന്തകളല്ല, നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ ചിന്തകളും വിചാരങ്ങളും. എന്നാൽ പറയട്ടെ, ഒടുവിൽ അവൻ മനം തിരിഞ്ഞു വന്നപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്. സ്തോത്രം. ഞാൻ എൻ്റെ അരുമനാഥനെ തള്ളിപ്പറഞ്ഞവനാ, അതുകൊണ്ട് അവൻ്റെ പാദത്തിൽ ചുംബിച്ചു വേണം എനിക്ക് മരിക്കുവാനെന്ന് പറഞ്ഞ ആ പത്രോസിനെ ദൈവം തന്നെ തെറ്റുകൾ ക്ഷമിച്ച് ഉയർത്തിയെങ്കിൽ ഈ നല്ല പകൽക്കാലം ദൈവപ്പൈതലേ നിന്നോട് പറയട്ടെ, നിന്റെ പാപം എത്ര കടിഞ്ചുവപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് പറഞ്ഞ യേശുവിൻ്റെ കരത്തിൽ നിന്നെ നീ ഏൽപ്പിച്ചു കൊടുക്കണം. സക്കായിയുടെ വീട്ടിൽ യേശു കർത്താവ് ചെല്ലുമ്പോൾ സ്തോത്രം, സക്കായി പറഞ്ഞു, യേശുവേ, നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ ഒരു യോഗ്യതയുമില്ല, അതുകൊണ്ട് നീ വന്നത് കൊണ്ട് ഞാൻ എന്തൊക്കെ അധികമായി വാങ്ങിയിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടി ഞാൻ എൻ്റെ 10 മടങ്ങ് തിരികെ കൊടുത്ത് നിന്നോടുകൂടെ നിൽപ്പാൻ ആഗ്രഹിക്കുന്നു. നീ എന്നെ കൈവിടല്ലേ. സ്തോത്രം. സക്കായിയെ കർത്താവ് ചേർത്ത് പിടിച്ചെങ്കിൽ ഈ നല്ല പകൽക്കാലം പറയട്ടെ, മനം തിരിഞ്ഞു വന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ ആര് തയ്യാറായാലും അവനെ ഒരനർത്ഥവും കൂടാതെ സ്വർഗം കാത്തു പരിപാലിക്കും. സ്തോത്രം. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളെ നാം ഒന്ന് എടുത്തൊന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇഷ്ടം പോലെ നന്മയുണ്ട്. സ്തോത്രം. ഏറ്റവും മനോഹരമായ വീടുണ്ട്. സ്തോത്രം. യാത്ര ചെയ്യാൻ ഏറ്റവും വില കൂടിയ വണ്ടിയുണ്ട്. ധരിക്കുവാൻ വില കൂടിയ വസ്ത്രങ്ങളുണ്ട്. സ്തോത്രം. ഭവനത്തിൻ്റെ മോടി എന്ന് പറഞ്ഞാൽ പുതിയത് നാൾത്തോറും പണിത് വലുതാക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ കുഞ്ഞുങ്ങളെ, എന്നെ ശ്രവിക്കുന്ന സ്നേഹിത, നീ ഒന്ന് മനസ്സിലാക്കണം, ഈ ദൈവം ഇതൊക്കെ നിനക്ക് തരുന്നത് അഹങ്കാരിയായി ജീവിക്കാനല്ല, പിന്നെയോ ദൈവ ഭയമുള്ളവനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാനാ. അങ്ങനെ ജീവിച്ചില്ല എങ്കിൽ നിന്റെ നല്ല പ്രായത്തിൽ തന്നെ ഇത് അനുഭവിക്കാനുള്ള ഭാഗ്യം നിനക്കൊണ്ടാകത്തില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, പാപത്താൽ രോഗവും രോഗത്താൽ മരണവും ഭൂമിയിൽ കടന്നു വന്നു. എന്നാൽ ആ മരണത്തിൽ നിന്ന് നിന്നെ ജീവങ്കിലേക്ക് നടത്തുന്ന യേശുവിനെ നിന്റെ ഹൃദയത്തിനകത്ത് നീ ഒന്ന് സ്വീകരിപ്പാൻ തയ്യാറുണ്ടെങ്കിൽ ആ യേശു മാത്രം മതി എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ നീ തയ്യാറുണ്ടെങ്കിൽ ലോകത്തിൽ ആർക്കും ഒരു രോഗത്തിനും ഒരു ശത്രുവിനും നിന്നെയും നിന്റെ കുടുംബത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെയും വിട്ടുകൊടുക്കാത്തവനാ എൻ്റെ കർത്താവെന്ന് ഇന്ന് പകൽക്കാലം നീ തിരിച്ചറിയാൻ ശ്രമിക്കുക. നമ്മുടെ ചുറ്റുപാടുകളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രോഗത്തിൻ്റെ ഭീതി കടന്നു പിടിച്ചു. പലരും, നമ്മുടെ ചർച്ചിലും ഒരു പ്രിയപ്പെട്ട അമ്മച്ചി രോഗം ബാധിച്ച് കഴിഞ്ഞ ദിവസം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. സ്വത്രം. ആ ഭവനത്തിൻ്റെ അന്തരീക്ഷം പോലും ഇന്ന് വളരെ ദയനീയമായൊരവസ്ഥയിലാണ്. സ്വത്രം. നമ്മുടെ ചുറ്റുപാടുകളിൽ അനേകർ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നു. രോഗം ബാധിച്ച് കണ്ണുനീരിൻ്റെ അവസ്ഥയിൽ, വേദനയുടെ അവസ്ഥയിൽ ഞരങ്ങി ജീവിതത്തെ തള്ളി നീക്കി, എന്നിട്ട് ഒടുവിൽ ആരോടും ഒന്നും പറയാതെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുമ്പോൾ ചുറ്റും നിന്ന് കരയുന്നവരെ കണ്ണുനീരിന് മറുപടി പറയാൻ ആർക്കും കഴിയാത്തതുപോലെ ശത്രു മനുഷ്യനെ രോഗത്താൽ പിടിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് കൊണ്ടുപോയി ദൈവഭയമില്ലാത്തവരാക്കി ലോകത്തിനടിമയാക്കി പാപത്തിനും ശാപത്തിനും കെടുത്തിക്കളയുമ്പോൾ ഈ നല്ല പകൽക്കാലം പറയട്ടെ, സർവശക്തനായ ദൈവം നിനക്ക് ആയുസ് തന്നത്, സർവശക്തനായ ദൈവം ഈ ഭൂമി നിന്നെ ആക്കി വെച്ചത് മറ്റുള്ളവരുടെ കണ്ണുനീര് കാണാനല്ല, മറ്റുള്ള സന്തോഷം അനുഭവിക്കാനാ, മറ്റുള്ളവർ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാ. അങ്ങനെയാണെങ്കിൽ പലവട്ടം നീ ദൈവവചനം കേട്ടിട്ടും പലവട്ടം ദൈവത്തിൻ്റെ മഹത്വം കണ്ടിട്ടും നീ ദൈവത്തെ മറന്ന് ലോകത്തിൻ്റെ മോഹങ്ങളിൽപ്പെട്ട് മനം തിരിയാതെ നിന്റെ ജീവിതം കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ കുഞ്ഞെ നീ ഓർക്കണം, ഇന്ന് ഞാൻ നാളെ നീ എന്ന് ലോകം ശവപ്പെട്ടിയുടെ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ ഇന്ന് ജീവനോടെ ഇരിക്കുന്ന നീയും ഞാനും നാളെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുമെന്നുള്ള ഒരു വിശ്വാസം നിന്റെ അകത്തളങ്ങളിൽ ഉണ്ടാകണം. എന്നാൽ മാറ്റപ്പെടുന്നതിന് മുൻപ് നാം ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിക്കണം, ദൈവത്തിൻ്റെ വചനത്തിൽ തിരയണം. ഞാൻ എങ്ങനെയാകണം, ഞാൻ എന്താകണം? സ്തോത്രം. ഒന്നുകൂടി ചേർത്ത് പറയട്ടെ,
ഭൂമിയിൽ ദൈവം മനുഷ്യനെ ആക്കി വയ്ക്കുമ്പോൾ പറഞ്ഞത്, ഈ കാണുന്നതെല്ലാം നിനക്ക് അവകാശപ്പെട്ടതാ. സ്തോത്രം. ഇതെല്ലാം നിനക്ക് അനുഭവിക്കാൻ ഞാൻ തന്നതാ. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം നീ അനുഭവിക്കുമ്പോൾ നീ മറന്നു പോകരുത്, ഇത് തന്ന ഒരു ദൈവമുണ്ടെന്ന്. സ്തോത്രം. അങ്ങനെ നീ മറന്നു പോയാൽ ദൈവകോപം നിൻ്റെ മേൽ വരും, പിശാച് നിന്നെ തകർത്ത് കളയും. എന്നാൽ ദൈവം സൃഷ്ടിച്ച തൻ്റെ മക്കൾ നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് സർവശക്തനായ ദൈവം വചനത്തിലൂടെ ഘോരം ദേശാന്തരങ്ങളിൽ, സഭകളിൽ, അതുപോലെ തന്നെ സ്റ്റേജുകളൊക്കെ വിളിച്ചു പറഞ്ഞു, മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ മനസ്സിനകത്തൊരു രൂപാന്തരം വരണം. സ്വത്രം. ആ രൂപാന്തരം വരുന്നത് ലോകത്തിൽ ധനവാനാകാനല്ല, പിന്നെയോ സമാധാനത്തോടെ ജീവിക്കണതിന്. അങ്ങനെയാണെങ്കിൽ സമാധാനത്തോടെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ നിൽപ്പാൻ തയ്യാറായാൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിൻ്റെ ജീവിതത്തിൽ സത്യമാക്കി തരുവാൻ കർത്താവ് മതിയായവനാണ്. ആ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സകല നഷ്ടങ്ങളെയും സകല കഷ്ടങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് രൂത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. നവോമിയോട്, അമ്മച്ചി ഈ കഷ്ടം സാരമില്ല, അമ്മച്ചി ഈ ഒറ്റപ്പെടൽ സാരമില്ല, അമ്മച്ചിയുടെ ദൈവമുണ്ടല്ലോ, ആ ദൈവം എൻ്റെ ദൈവമാണ്. അമ്മച്ചി, നമ്മളെ ഭൂമിയുടെ മുൾപ്പരപ്പിൽ ദൈവം ശേഷിപ്പിച്ചതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അമ്മച്ചി. ആ പദ്ധതി തികച്ചെടുക്കും വരെയും ഈ ഭൂമിയിൽ മരണത്താലല്ല നിന്നെയും നിൻ്റെ ദൈവത്തെ ഞാൻ വിട്ടുപിരിയത്തില്ല. സ്തോത്രം. എന്ത് കണ്ടിട്ടാ അവൾ പറഞ്ഞത്? സ്തോത്രം. ലോകത്തിൽ താൻ തനിച്ചായിരിക്കുന്നു, തൻ്റെ കൂട്ടാളി തനിക്ക് നഷ്ടപ്പെട്ടു, തൻ്റെ അമ്മാവിയപ്പൻ നഷ്ടപ്പെട്ടു, താനും തൻ്റെ അമ്മാവിയമ്മയും മാത്രം ശേഷിച്ചിരിക്കുമ്പോൾ അവൾ പറയുകയാണ്, നിൻ്റെ ദൈവം എൻ്റെ ദൈവം. ഈ നല്ല പകലിൽ പറയട്ടെ, അവൾക്കൊരുറപ്പുണ്ട്, അമ്മയമ്മയുടെ ദൈവം ജീവനുള്ള ദൈവമാണെന്ന്. കുഞ്ഞെ, ലോകം പലതും നിന്നെക്കുറിച്ച് പറയും, ലോകത്തുള്ള പലരും ദൈവത്തെ കുറ്റം പറയും, പക്ഷെ ദൈവത്തിൻ്റെ മഹത്വം കണ്ട നീ ഒരിക്കലും പുറകോട്ട് നോക്കരുത്. സ്തോത്രം. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു പക്ഷേ നീ കാണിക്കുന്നെല്ലാം ഭോഷത്വമായി അവർക്ക് തോന്നാം, പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടി സകലതും ശ്രേഷ്ഠമാണെന്ന് നീ തിരിച്ചറിഞ്ഞിട്ട് മുഴുമഹത്വം ദൈവത്തിന് കൊടുക്കണം. അങ്ങനെ ദൈവത്തിന് നീ മഹത്വം കൊടുത്താലുണ്ടല്ലോ, ലോകത്തിൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി സർവശക്തനായ ദൈവം നിനക്ക് തരും. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവർക്ക് സ്വത്രം. സദൃശ്യവാക്യം 8:20, എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കി കൊടുക്കുകയും അവിടെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യും. സ്തോത്രം. നമുക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവർ, ദൈവത്തെ ഉയർത്തുന്നവർ ഒരിക്കലും ദരിദ്രനായി തീരുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവത്തോട് കൂടെ നിൽക്കുന്നവൻ ഒരു മാരക രോഗത്തിന് അടിമയായി ലോകത്തിന് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി തീരുവാൻ ദൈവം അനുവദിക്കത്തില്ല. കർത്താവ് പറഞ്ഞു, നിന്റെ സകല രോഗങ്ങളെയും ഞാൻ സൗഖ്യമാക്കും. സ്തോത്രം. നിന്റെ സകല കണ്ണുനീരിനും ഞാൻ തുടച്ച് നിന്നെ ആശ്വാസത്തിൽ നിന്നെ വഴി നടത്തും. നമുക്ക് ദൈവം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ചെയ്യും. അങ്ങനെ ചെയ്യണമെങ്കിൽ നിന്റെ ജീവിതം ദൈവത്തിന് പ്രസാദമായി നീ വിട്ടുകൊടുക്കണം. ദൈവം നിന്നോട് കൂടെ ഇരിക്കണമെന്ന് നീ ദൈവത്തോട് കൂടെ ഇരിക്കാൻ ശ്രമിക്കണം. നോക്ക് എന്താ പറഞ്ഞത്, നിനക്ക് വസ്തുവകകൾ തരുമെന്ന്. സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നവരാരും ജീവിതത്തിൽ ഒന്നുമില്ലാതെ ഈ ലോകത്തൊന്നും മാറ്റപ്പെട്ടിട്ടില്ല. സ്തോത്രം. എന്നാൽ കർത്താവിനോട് കൂടെ നിൽക്കുമ്പോൾ ലോകം നിന്നെ കൈവിടും, നിൻ്റെ സ്നേഹിതർ നിന്നെ മാറ്റി നിർത്തും, നിൻ്റെ കുടുംബക്കാർ നിന്നെ ഒറ്റപ്പെടുത്തും. എന്നാൽ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, മക്കളെ ഭയപ്പെടണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. സ്തോത്രം. ഈ നല്ല പകലിൽ നിങ്ങളോട് പറയട്ടെ, കർത്താവ് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞെങ്കിൽ കർത്താവിൽ ആശ്രയിച്ച രൂത്ത് യേശുവിൻ്റെ വല്യമ്മച്ചിയായെങ്കിൽ ഈ നല്ല പകൽക്കാലം പറയട്ടെ, നിന്റെ സന്തതി സ്തോത്രം ലോകത്തിന് മുമ്പിൽ തകർന്നു പോകുവാൻ ദൈവം വിടത്തില്ല. ആ സന്തതിയുടെ തലമുറ ലോകത്തിൽ പട്ടുപോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവത്തിന് മഹത്വമുള്ളവളായി, ദൈവത്തിന്
മഹത്വമുള്ളവനായി ദൈവത്തിൻ്റെ സ്ഥലം നീ ഒന്ന് നിന്നു നോക്ക്. നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി സർവശക്തനായ ദൈവം നിനക്ക് തരും. നീ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചാൽ നിനക്ക് കിട്ടുന്ന നന്മ നിനക്ക് തികയാതെ ഇരിക്കുമ്പോൾ സർവശക്തനായ ദൈവം പറയുക, ഒന്നിനും കുറവില്ലാതെ നിന്നെ സകലത്തിൽ നിന്ന് നിറപ്പാൻ ഞാൻ ശക്തനാ. ആകിയാൽ നിന്റെ ഹൃദയം എനിക്ക് തരിക. സ്തോത്രം. നിന്റെ ഹൃദയം എനിക്ക് തരിക. സ്വത്രം. കർത്താവ് പറയുന്ന വാക്ക് അത് പ്രകാരം അനുസരിച്ച് അത് പ്രകാരം നിന്നാൽ നീ ദീർഘായുസോടെ ഇരുന്ന് ദൈവത്തിൻ്റെ മഹത്വം കാണും. സ്തോത്രം. ആ ദൈവമഹത്വം ഒരിക്കലും നിന്നെ വിട്ടു പോകത്തില്ല. കാരണം ഭൂതലത്തിൽ നിന്നെ ആക്കി വെച്ച ദൈവത്തിൻ്റെ നീതിയുണ്ടല്ലോ, അതാർക്കും വർണ്ണിപ്പാൻ കഴിയാത്തതാ, അതാർക്കും എടുത്തു കളയാൻ കഴിയാത്തതാ. ഒരു കാലത്ത് നീ അനുഭവിച്ച കഷ്ടങ്ങളും നീ അനുഭവിച്ച ദുഃഖങ്ങളും നീ അനുഭവിച്ച ദുരിതങ്ങളും നീ അനുഭവിച്ച ഒറ്റപ്പെടലുകളും ലോകം കാണാതെ പോയപ്പോൾ എൻ്റെ കർത്താവ് കണ്ടു കുഞ്ഞേ, അതിനൊരു പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം നിനക്ക് ലഭിക്കുമ്പോൾ ലോകം നിന്റെ കൂടെ വരും. ഇന്ന് ലോകക്കാർ നിനക്കെതിരാണ്, ഇന്ന് ലോകക്കാർ നിനക്ക് അന്യമാണ്, ഇന്ന് ലോകക്കാർ നിന്നെ നിന്റെ കുഞ്ഞുങ്ങളെ പഴിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഈ നല്ല പകൽക്കാലം പറയട്ടെ, നിന്ന മാറും, പരിഹാസം മാറും, ഒറ്റപ്പെടൽ മാറും, നീ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. സകലതും നഷ്ടപ്പെട്ട രൂത്തിനോട് ചോദിച്ചാൽ രൂത്ത് പറയും, ഞാൻ ആശ്രയിച്ച ദൈവം എന്നെ മറന്ന് കളഞ്ഞില്ല, ഞാൻ സേവിച്ച ദൈവം എന്നെ തള്ളിക്കളഞ്ഞില്ല. എൻ്റെ സ്വന്തമല്ലാത്ത നാട്ടിൽ എന്നെ ചേർത്ത് പിടിക്കുവാൻ സർവശക്തനായ ദൈവം ഒരു ബോവസിനെ ഒരുക്കിയെങ്കിൽ അവൻ്റെ നന്മകൾക്ക് അവകാശമാക്കി തീർത്ത എൻ്റെ ദൈവം എന്നെ ഉയർത്തിയത് എൻ്റെ അരുമനാഥൻ്റെ വല്യമ്മച്ചിയായിട്ടാ. അങ്ങനെയെങ്കിൽ ഈ നല്ല പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, ലോകം മുഴുവനും പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് ലോകത്തിൽ ധനം സമ്പാദിച്ച് സകലതും നേടി രാജാക്കന്മാരെ പോലെ ജീവിക്കാമെന്ന് പറഞ്ഞ് ഓടുകയാണ്. എന്നാൽ ഓടുന്ന ഓട്ടത്തിൽ പലരും വഴിയിൽ വീണു പോകുന്നു, പലരും സ്വസ്ഥത നഷ്ടപ്പെട്ട് ഭവനത്തിനകത്ത് രോഗശയിൽ കിടക്കുന്നു, പലരും തങ്ങളുടെ ജീവിതത്തെ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ മുൻപോട്ട് വെക്കുമെന്ന് അറിയുവാൻ കഴിയാതെ വ്യാകുലപ്പെട്ട് മനം കലങ്ങിയിരിക്കുമ്പോൾ പ്രിയ ദൈവ പൈതലേ, നിന്നോട് കൂടെയുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാ. നീ ഭാരപ്പെടണ്ട, നീ നിരാശപ്പെടണ്ട. നീ ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉപരിയായി നിന്നെ കരുതുവാൻ എൻ്റെ കർത്താവ് മതിയാവണമെന്ന് വിശ്വസിച്ചിട്ട് സകല മഹത്വവും ദൈവത്തിന് കൊടുക്കുക. സ്തോത്രം. ധനവാനായിരുന്ന ശ്രേഷ്ഠനായിരുന്ന അപ്പോസ്തലനായ പൗലോസ്, സ്തോത്രം, ചരിത്രം പഠിച്ചാൽ കാണാൻ കഴിയും, ഒരുപാട് കപ്പലുകളുള്ള സമൂഹത്തിൽ പേരും പ്രശസ്തിയുള്ള കോടീശ്വരനായിരുന്നു. അവൻ ക്രിസ്ത്യാനികളെ കൊന്നുമുടിക്കുവാൻ അധികാരപത്രവും വാങ്ങിച്ചുകൊണ്ട് പട്ടണങ്ങൾ തോറും ഗ്രാമങ്ങൾ തോറും കുതിരപ്പുറത്ത് അവൻ പോയി യേശുവിനെ ഉയർത്തുന്ന സ്വത്രം, ഈ ഉപദേശിമാരെ, യേശുവിനെ ഉയർത്തുന്ന യേശുവിന് ശിഷ്യന്മാരെ പിടിച്ചു കെട്ടി കൊണ്ടുപോയി കൊന്നു കൊലവിളിച്ച് ആർത്തട്ടഹസിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച പൗലോസ് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ പിടിക്കപ്പെടുമ്പോൾ പൗലോസ് പറഞ്ഞില്ല, അയ്യോ കർത്താവേ, എനിക്ക് അങ്ങയുടെ മഹത്വത്തെ പ്രസിദ്ധമാക്കുവാൻ എനിക്കെൻ്റെ കപ്പൽ വേണം, എനിക്കെൻ്റെ കുടുംബമാഹാത്മ്യം വേണം, എനിക്കെൻ്റെ പദവി വേണം, എനിക്കെൻ്റെ പവറ് വേണം, എങ്കിൽ മാത്രമേ എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇന്നലെ വരെ ആ പദവും പവറും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. ഇല്ല എങ്കിൽ ഇവരാരും എന്നെ അംഗീകരിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ പത്രാസും പദവിയൊക്കെ വേണം എന്ന് പൗലോസ് പറഞ്ഞില്ല. കാരണം പൗലോസിനെ കർത്താവ് വിളിച്ചപ്പോൾ പൗലോസ് ഒരു തീരുമാനമെടുത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഈ ലോകത്തിന് നന്മ കൊണ്ട് ജീവിതത്തിൽ തനിക്ക് തകർച്ചയെ വന്നുള്ളൂ. തൻ്റെ സ്ഥാനമാനങ്ങൾ കൊണ്ട് തനിക്ക് സന്തോഷത്തിന് പകരം സങ്കടമാണ് വന്നത്. തൻ്റെ പദവി കൊണ്ട് തനിക്ക് എഴുന്നേൽക്കാൻ കഴിയാത്ത ഒരു തകർച്ചയാണ് വന്നത്. തൻ്റെ പണത്തിൻ്റെ പ്രാഗൽഭ്യത്താൽ തൻ്റെ അന്ധതയ്ക്ക് മാറ്റം വരുത്താൻ കഴിഞ്ഞില്ല. ആരും തന്നെ തേടി വന്നില്ല. അധികാരി വർഗങ്ങൾ ആരും തനിക്ക് സഹായമായിട്ട് വന്നില്ല. ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു പാവപ്പെട്ട സഹോദരനാണ്
ദൈവമാണ് എൻ്റെ കണ്ണിൽ തൊട്ടത്. സ്വത്രം, അവൻ കോടീശ്വരനായിരുന്നില്ല, സ്വത്രം അവൻ ധനവാനായിരുന്നില്ല. അവൻ എൻ്റെ കണ്ണിൽ തൊട്ടപ്പോൾ എൻ്റെ കാഴ്ച തിരികെ പ്രാപിച്ചെങ്കിൽ അവനിൽ വ്യാപരിക്കുന്ന ദൈവകൃപ വേണം എനിക്ക്, എങ്കിൽ മാത്രമേ എനിക്കിനി മുൻപോട്ട് പോകാൻ കഴിയത്തുള്ളെന്ന് പറഞ്ഞ് സകലതും ചപ്പും ചവറുമെന്ന് എണ്ണിയത് കൊണ്ട് ലോകമുള്ളിടത്തോളം കാലം ആ പൗലോസ് പ്രസംഗിക്കപ്പെടുകയാണ്. സ്വത്രം, ആ പൗലോസിനെ കുറിച്ച് പ്രസംഗിക്കപ്പെടുകയാണ്. ആ പൗലോസിൻ്റെ ദൈവത്തെ ഉയർത്തപ്പെടുകയാണ്. എന്തുകൊണ്ടെന്നറിയാമോ? ചെന്നടുത്തെല്ലാം പ്രതികൂലത്തിൻ്റെ കാറ്റ് അവന് നേരെ ആഞ്ഞടിച്ചെങ്കിലും സ്വർഗം അവിടെയെല്ലാം പൗലോസിനെ തല ഉയർത്തി. ഈ നല്ല പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ തലയെ കുനിപ്പിക്കുവാൻ, സ്തോത്രം, നിങ്ങളുടെ സന്തോഷത്തെ തല്ലിക്കെടുത്തുവാൻ, നിങ്ങളുടെ മുൻപോട്ടുള്ള ശുഭയാത്രയ്ക്ക് തടസ്സമായി പിശാച് പല പരിപാടികൾ കൊണ്ടുവരും. സ്വത്രം, അത് കൊണ്ടുവരുമ്പോൾ കുഞ്ഞെ ഭയന്നു വിറച്ച് പുറകോട്ട് ഓടാതെ ആത്മാവിൽ ബലം പ്രാപിച്ച് മുൻപോട്ട് നീ ഓടണം. അങ്ങനെ നീ ഓടിയാൽ നിന്റെ ഓട്ടം തികയ്ക്കുമ്പോൾ നീ ആഗ്രഹിച്ച നന്മ കണ്ടേ അത് തീരത്തുള്ളൂ. സ്തോത്രം. ഇന്നൊരു പക്ഷേ നീ ആഗ്രഹിക്കുന്ന സന്തോഷം നിന്റെ മക്കളിൽ നീ കണ്ടെന്നു വരത്തില്ല. സ്തോത്രം. നിന്റെ കൂട്ടാളിയിൽ കണ്ടെന്നു വരത്തില്ല. പക്ഷേ അത് തരാതിരിക്കാനല്ല, പിന്നെയോ നീ ഓട്ടം തികയ്ക്കുന്നതിന് മുൻപ് നീ ആഗ്രഹിച്ച ശുഭഭാവി തരാമെന്ന് സർവശക്തനായ ദൈവം പറഞ്ഞത് പാലിക്കുക തന്നെ ചെയ്യും. കൂട്ടുകാരിൽ പരമായി നിറയ്ക്കുന്ന വലിയൊരു നിറവ് എന്തിനാണെന്നറിയാമോ? ഈ ലോകത്തിൽ നിന്ന് പ്രസംഗിച്ചില്ലേ സകലതും തരുവാൻ കഴിയുന്നൊരു ദൈവമുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ അത് നിനക്ക് ലഭിച്ചില്ലെങ്കിൽ ലോകം നിന്നെയും കുറ്റം പറയും, നിന്റെ ദൈവത്തെയും കുറ്റം പറയും. എൻ്റെ കർത്താവ് ആർക്കും കടക്കാരനല്ല. ഒന്നുകൂടി പറയട്ടെ, ലോകത്തിൽ കർത്താവ് ധനവും മാനവും പുരാതന സമ്പത്തും തരുമ്പോൾ നീ അതിൽ സന്തോഷിക്കാറുണ്ട്. പക്ഷേ ആ സന്തോഷം ദൈവത്തെ കൂടാതെയുള്ളൊരു സന്തോഷമാണെങ്കിൽ അത് തിന്നാനുള്ള ഭാഗ്യം നിനക്കുണ്ടാകത്തില്ല. സ്തോത്രം. ഈ നല്ല പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, ദൈവം നിനക്ക് തരുന്നത് നിനക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കും അനുഭവിക്കുവാൻ വേണ്ടിയാ. അത് ഒരിക്കലും ശത്രു ബന്ധിപ്പാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവത്തിൻ്റെ കരത്തിൽ നിന്നെ നിന്റെ കുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് ദൈവം തന്ന നന്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ ഉയർത്തുവാൻ നീ തയ്യാറായാൽ നീ വഴിയിൽ വീണു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ ആയുഷ്കാലത്തിൻ്റെ അവസാന നാളുകൾ കണ്ണുനീരിലായി പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് നീ കരയുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ജീവിത യാത്രയുണ്ടല്ലോ, നീ പോകുന്ന പോക്കും വരവിലുമുണ്ടല്ലോ, ഒരനർത്ഥവും കടന്നു പിടിച്ച് നീ വഴിയിൽ വീഴുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഈ നല്ല പകൽക്കാലം പറയട്ടെ, ലോകത്തിൻ്റെ മോഹം നിന്നെ വശീകരിച്ചു കൊണ്ടുപോയി ലോകത്തിൽ തകർത്ത് കളയേണ്ടതിന് അവൻ പദ്ധതി ഒരുക്കുമ്പോൾ നീ തിരിച്ചറിയണം, ഞാൻ നിന്നതല്ല, ദൈവം എന്നെ നിർത്തിയതാ. അങ്ങനെയാണെങ്കിൽ ആ നിർത്തിയ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് എൻ്റെ അവസാന കാലം ഞാൻ കഴിച്ചു കൂട്ടുമെന്ന് പറഞ്ഞ് ആര് ദൈവസ്ഥന് തീരുമാനമെടുക്കുമോ അവരെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അവൻ്റെ കുടുംബം ദേശത്തിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അവൻ്റെ ജീവിതയാത്ര ശുഭമായിരിക്കും. ഇല്ലാതെ ദൈവത്തെ കൂടാതെ നീ എന്ത് നേടിക്കൂട്ടി വെച്ചാലും അത് നിനക്കും നിൻ്റെ കുഞ്ഞുങ്ങൾക്കും അനുഭവിപ്പാൻ ഭാഗ്യമുണ്ടാകത്തില്ല. നിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടും, നിൻ്റെ സമാധാനം നിന്ന് പോയി പോകും. നിൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് നീ വിലപിക്കേണ്ടി വരും. ഇന്നത്തെ ലോകം നാം ഒന്ന് പഠിക്കണം. സ്തോത്രം. നമ്മുടെ മക്കളെ വളർത്തിയെടുത്ത് ഒരു നല്ല ഭാവിക്ക് വേണ്ടി കരുതുവാൻ ശ്രമിക്കുമ്പോൾ അവർ അപ്പനെയും മറന്ന് അമ്മയെയും മറന്ന് കുടുംബക്കാരെ മറന്ന് കൂട്ടുകാരെ മറന്ന് നാട്ടുകാരെ മറന്ന് അപ്പനും അമ്മയും ഉണ്ടാക്കി വെച്ച പണം മോഷ്ടിച്ചും പിടിച്ചു പറിച്ച് കവർന്നുമെടുത്തുകൊണ്ട് ലോകത്തെ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് മാനവരാശിക്ക് മുഴുവനും ദോഷമായി ചിന്തിച്ചുകൊണ്ട് ലോകത്തിൽ ഓടുകയാ. നല്ലൊരു വസ്ത്രം ധരിപ്പാൻ അവന് വേണ്ട. സ്തോത്രം. നന്നായി മാന്യന്മാരെ പോലെ ഒരുങ്ങി
നീങ്ങി നടക്കുവാൻ അവന് വയ്യ. സ്തോത്രം. ലോകത്തിൽ എന്തൊക്കെ പിശാച് കാണിക്കുന്ന കോപ്രായമുണ്ടോ അതിൻ്റെയൊക്കെ പുറകെ അവൻ ഓടുകയാ. സ്തോത്രം. ഒടുവിൽ ആ പിശാച് തന്നെ അവനെ കൊണ്ട് തകർത്ത് കളയുക. സ്തോത്രം. ഈ നല്ല പകൽക്കാലം പറയട്ടെ, ദൈവത്തിൻ്റെ കരത്തിൽ നീ ഇരുന്നാലുണ്ടല്ലോ, നീ ഒരിക്കലും തകർന്നു പോകത്തില്ല. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നീ യാത്ര ചെയ്യാൻ ശ്രമിച്ചാൽ നിനക്ക് ഒന്നിനും മുട്ടുവരത്തില്ല. സ്തോത്രം. എന്നാൽ ലോകം കാണിക്കുന്ന കോപ്രായങ്ങളുടെ പുറകെ നീ പോയാൽ സ്തോത്രം, നീ തകർന്നു പോകും. വിശുദ്ധ വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ദൈവമക്കളെങ്കിൽ യോഗ്യമായ വസ്ത്രം ധരിക്കണം. സ്തോത്രം. യോഗ്യമായ വസ്ത്രം ധരിക്കണം. ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അപ്പനെയും അമ്മയും അനുസരിക്കണം. മുതിർന്നവരെ ബഹുമാനിക്കണം. ദൈവത്തെ ഭയപ്പെടണം. സ്തോത്രം. ഇത് ചെയ്ത ഏത് മക്കളുണ്ടോ, ഏത് മാതാപിതാക്കളുണ്ടോ, ഏത് കുടുംബമുണ്ടോ, അവരാരും തകർന്നു പോയ ചരിത്രം ഇക്കാലം വരെയും എൻ്റെ ഈ 59 വയസ്സിനകത്ത് ഞാൻ കേട്ടിട്ടില്ല. സ്തോത്രം. കാരണം അവരെ കാത്ത് പരിപാലിച്ചത് സർവശക്തനായ ദൈവമാ. അന്ത്യത്തോളം അവൻ വഴി നടത്തുവാൻ ശക്തനുമാ. സ്തോത്രം. ഇവിടെ പറഞ്ഞു, ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിൻ്റെ പാതകളിലും നടക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് നീയും അതേ പാതയിൽ നടക്കേണ്ടതിന് എൻ്റെ കൃപ ഞാൻ നിൻ്റെ മേൽ പകർന്നിരിക്കുക. എൻ്റെ സന്നിധി വിട്ട്, എൻ്റെ കൃപ വിട്ട് ഓടിപ്പോകാതെ എന്നോട് കൂടെ ചേർന്ന് നിൽപ്പാൻ നീ തയ്യാറുണ്ടെങ്കിൽ നീ ആഗ്രഹിക്കുന്ന മഹത്വം നീ കാണും. കുഞ്ഞെ, പണത്തിന് നിന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല. കുഞ്ഞെ, സ്ഥാനമാനങ്ങൾക്ക്, ലോകത്തിൻ്റെ അംഗീകാരങ്ങൾക്ക് നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല. കുഞ്ഞെ, ഒരു വൈദ്യനും ഒരു സമുദായത്തിനും ഒരു സംഘടനയ്ക്കും ഒരു സഭയ്ക്കും നിന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല. കുഞ്ഞെ, പ്രതികൂലം കടന്നു വരുമ്പോൾ എല്ലാവരും നിന്നെ ഇട്ടേച്ച് പോകും. രോഗം കടന്നു വരുമ്പോൾ എല്ലാവരും നിന്നെ തള്ളിക്കളയും. സ്തോത്രം. ഈ ദേശത്തിൻ്റെ മുമ്പിൽ നിനക്കൊന്നുമില്ലെന്ന് കാണുമ്പോൾ എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തും. എന്നാൽ ഈ നല്ല പകൽക്കാലം പറയട്ടെ, ഈ ലോകത്തിൽ നിന്നെ സ്വർഗത്തിലും ആക്കി വെച്ചത് ഒന്നുമില്ലാത്തവനായി, രോഗം ബാധിച്ചവനായി, തകർന്നവനായി, തളർന്നവനായി അലഞ്ഞു നടക്കുവാനല്ല, പിന്നെയോ സകലത്തിനും സർവത്തിനും മതിയായവനായ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദേശത്തിന് മധ്യത്തിൽ തല ഉയർത്തി നിന്നുകൊണ്ട് എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിനും മതിയായവനെന്ന് പറഞ്ഞ് ദൈവത്തെ ഉയർത്താനാ കർത്താവ് നിന്നെ വിളിച്ചത്. നിന്നെ ഉയർത്തിയ ദൈവത്തെ നീ ഉയർത്താൻ തയ്യാറായാൽ കുഞ്ഞ്, നീ തോറ്റുപോകത്തില്ല. ലോകം പറയുന്നത് കേട്ട്, ലോകക്കാർ പറയുന്നത് കേട്ട്, സ്നേഹിതർ പറയുന്നത് കേട്ട്, കൂട്ടുകാർ പറയുന്നത് കേട്ട് നീ പോയാൽ ദൈവസന്നിധിയിൽ നിന്ന് നീ അകന്നു പോകും. ലോകത്തിലെ പിശാച് നിന്നെ തകർത്ത് കളയും. ഈ നല്ല പകൽക്കാലം പറയട്ടെ, നമ്മുടെയൊക്കെ അകത്ത് ഒരു ചിന്തയുണ്ട്. കുറേ പണവും കുറേ സാമൂഹിക ബന്ധങ്ങളും കുടുംബ പശ്ചാത്തലവും ശ്രേഷ്ഠകരമായ ജീവിത നിലവാരവും ഒന്ന് മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം ശരിയായെന്ന്. ഇല്ല കുഞ്ഞെ, പണത്തിന് തരാൻ കഴിയാത്തതൊന്നുണ്ട്, സ്ഥാനമാനങ്ങൾക്ക് തരാൻ കഴിയാത്തതൊന്നുമുണ്ട്, കുടുംബക്കാർക്ക് തരാൻ കഴിയാത്ത ഒന്നുണ്ട്, നിത്യജീവൻ. സ്തോത്രം. ആ നിത്യജീവൻ കർത്താവിൽ നിന്ന് ലഭിക്കുന്നതാ. സ്തോത്രം. ആ നിത്യജീവൻ നിൻ്റെ അകത്ത് വന്നാലുണ്ടല്ലോ, നീ ഒരു രോഗത്തിൽ പെട്ട് തകർന്നു പോകത്തില്ല. നീ വഴിയിൽ ആക്സിഡന്റിൽപ്പെട്ട് വീണു പോകത്തില്ല. നിന്റെ ഭവനാന്തരീക്ഷത്തിൽ നീ രോഗിയായി കിടക്കേണ്ടി വരത്തില്ല. കാരണം നിന്റെ ജീവൻ സർവശക്തൻ നൽകിയതാ. അങ്ങനെ ആ ജീവൻ തൻ്റെ വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണം തികച്ചെടുത്തതിന് ശേഷം മാത്രമേ നിന്റെ ശരീരം വിട്ട് പോകത്തുള്ളൂ. അത് എവിടേക്ക് പോകുന്നറിയാമോ? അത് പാതാളത്തിലേക്കല്ല പോകുന്നത്. സ്തോത്രം. പിന്നെയോ കർത്താവിൻ്റെ സന്നിധിയിലേക്ക്. ഈ നല്ല പകൽക്കാലം പറയട്ടെ, തന്നവൻ ആയുസ് തന്നെങ്കിൽ ആ തന്നവനിലേക്ക് തിരികെ കൊടുക്കേണ്ട കടമ നിനക്കുള്ളതാ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ അത് ക്ഷതമുള്ളതായിട്ടല്ല കൊടുക്കേണ്ടത്, തേജസ്സുള്ളതായിട്ട് കൊടുക്കണം. എന്നാൽ പലപ്പോഴും നിന്റെ ജീവിതത്തിൽ ക്ഷതമേറ്റിട്ട്, നീ സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ട്, രോഗം ബാധിച്ചിട്ട്, തകർന്നും തളർന്നും ഏങ്ങി കരയുമ്പോൾ എൻ്റെ സ്വർഗത്തിൽ അപ്പൻ പറയുന്നു, മനം തിരിഞ്ഞു വന്നാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. മനം തിരിഞ്ഞു വന്നാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. ഇല്ല എങ്കിൽ എൻ്റെ വായിൽ നിന്ന് നിന്നെ ഉമിഴ്ന്നു കളയും. പിശാചലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് ചിന്തിച്ച് ഊടാടി സഞ്ചരിക്കുമ്പോൾ ഈ നല്ല പകൽക്കാലം പറയട്ടെ, ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ നിന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്ക്. നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി അവൻ നിനക്ക് നൽകിത്തരും. ദീർഘായുസ് കൊണ്ട് അവൻ നിനക്ക് തൃപ്തി വരുത്തും. അവൻ്റെ രക്ഷയെ നിനക്കവൻ കാണിച്ചു തരും. നിൻ്റെ ജീവിതകാലം മുഴുവനും നിൻ്റെ മക്കളുടെ
കണ്ട് സന്തോഷത്തോടെ ഈ ലോകത്തുനിന്ന് യാത്ര പറയാൻ സ്വർഗത്തിലെ ദൈവം നിന്നെ സഹായിക്കും. ആകയാൽ ദൈവത്തിൻ്റെ സ്നേഹം അതെന്താണെന്ന് അനുഭവിച്ചറിയണമെന്ന് ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തോട് പറ, കർത്താവേ, നീ എന്നെ മറന്ന് കളയല്ലേ, നീ എന്നെ തള്ളിക്കളയല്ലേ, നിൻ്റെ മകനായി നിൻ്റെ മകളായി എന്നെയും ചേർത്ത് പിടിക്കണമെന്ന് നീ പറഞ്ഞാൽ, കുഞ്ഞെ, നീ ഏത് വ്യക്തിയായാലും ഏത് കുടുംബത്തിലുള്ള വ്യക്തിയായാലും എന്ത് തന്നെ നിന്നിൽ കുറവുണ്ടെങ്കിലും അതിനെല്ലാം പരിഹരിച്ച് അവൻ്റെ പുത്രനും പുത്രിയുമാക്കി തീർക്കുവാൻ എൻ്റെ കർത്താവ് മനസ്സുള്ളവനാ. അത് ലോകത്തിൽ നീ മറ്റൊന്നും കൊടുക്കണ്ട, നിനക്ക് ജീവിക്കാൻ തന്ന ഒരു സമ്പത്തും കൊടുക്കണ്ട, സ്തോത്രം, നിൻ്റെ സ്ഥാനമാനങ്ങൾ കൊടുക്കണ്ട, അതെല്ലാം ഈ ലോകത്തിൽ ദൈവം നിനക്ക് തന്നതാ. നിനക്ക് ലഭിച്ച അംഗീകാരം നീ കൊടുക്കണ്ട, സ്തോത്രം, നിനക്ക് ലഭിച്ച പണം നീ കൊടുക്കണ്ട. പിന്നെയോ നിൻ്റെ ഹൃദയത്തെ ദൈവത്തിൻ്റെ കാര്യത്തിൽ കൊടുത്തിട്ട് പറ, അപ്പാ, നീ ഇല്ലാതെ, നിൻ്റെ കൃപയില്ലാതെ, നിൻ്റെ സാന്നിധ്യമില്ലാതെ ഞാൻ യാത്ര ചെയ്തത് വെറും പാഴ്യാത്രയായിപ്പോയി. നിൻ്റെ കൃപയില്ലാതെ ഞാൻ ചെന്നെടുത്തെല്ലാം പരാജയങ്ങൾ മാത്രമാണ് എനിക്ക് സംഭവിച്ചത്. അതുകൊണ്ട് പരാജയം ഇനി എനിക്ക് വേണ്ട കർത്താവേ. ഇനി എനിക്കൊരു വിജയം വേണം, ഇനി എനിക്കൊരു സന്തോഷം വേണം. എൻ്റെ കുഞ്ഞുങ്ങളുടെ കഷ്ടത, എൻ്റെ കൂട്ടാളിയുടെ കഷ്ടത അത് മാറണം കർത്താവേ. എൻ്റെ കുടുംബത്തിനകത്ത് അസ്വസ്ഥത മാറി സ്വസ്ഥത ലഭിക്കണം കർത്താവേ. എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിക്ക് ഒരു പൂർണ്ണത ലഭിക്കണം കർത്താവേ. അത് നിന്നെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. ഞാൻ ആവോളം ശ്രമിച്ചു, എൻ്റെ പണം കൊണ്ട് സകലതും നേടാമെന്ന് ശ്രമിച്ചു, എൻ്റെ സ്ഥാനമാനങ്ങൾ കൊണ്ട് പലതും നേടാമെന്ന് ആഗ്രഹിച്ചു, എൻ്റെ അംഗീകാരം, ലോകത്തരുന്ന അംഗീകാരം കൊണ്ട് പലതും എനിക്ക് സാധ്യമാക്കാമെന്ന് ശ്രമിച്ചു. ഞാൻ തോറ്റുപോയി ദൈവമേ. സ്വയം ഒന്ന് സമ്മതിക്കുവാൻ, സ്വയം ഒന്ന് സമർപ്പിക്കുവാൻ നീ തയ്യാറാക്കുമെങ്കിൽ ഈ നല്ല പകൽക്കാലം പറട്ടെ, നിന്നെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു വ്യക്തി നിൻ്റെ ദേശത്ത് ഉണ്ടായിരിക്കത്തില്ല. ആകയാൽ ഇന്ന് പകൽക്കാലം പറ, കർത്താവേ, നീ മാത്രം മതിയെന്ന്. കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം 1000 മടങ്ങായി എൻ്റെ കർത്താവ് തിരികെ തരും. കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിൻ്റെ അവകാശത്തെ ബന്ധിച്ചു വച്ചിട്ട് പിശാചിൻ്റെ തല തകർത്ത് അത് മടക്കി അവൻ നിനക്ക് തരും. കർത്താവ് നിൻ്റെ കൂടെ, നീ കർത്താവിൻ്റെ കൂടെയാണെങ്കിൽ ലോകത്തിൽ ആർക്കും നിന്നെ പരാജയപ്പെടുത്തുവാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. നീ കർത്താവിൻ്റെ കരത്തിലാണ് ഇരിക്കുന്നെങ്കിൽ ഒരു വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും നിന്നെ തകർക്കുവാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. ഈ നല്ല പകൽക്കാലം വിശ്വസിക്കുക കുഞ്ഞെ, ലോകത്തിൽ എന്തൊക്കെ നേടിയാലും അവൻ നൽകി തന്ന ആത്മാവുണ്ടല്ലോ, അത് നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ ലോകത്തിൽ പിശാച് നിന്നെ കൊണ്ട് കഴിയാത്ത എല്ലാ പ്രവർത്തികളും ചെയ്തെടുപ്പിച്ചിട്ട് ദൈവനാമം ദുഷിക്കപ്പെടുമാറാക്കി തീർക്കും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം മനം തിരിഞ്ഞു വന്നിട്ട് പറ, വേണ്ട കർത്താവേ, ഈ ലോകത്തിലെ ശാപം പിടിച്ച ജന്മം എനിക്ക് വേണ്ട. നിത്യമായ സന്തോഷത്തിൻ്റെ ആ പുണ്യാഹ രക്തത്തിൻ്റെ മറുവിലയായ ആ പുതുശരീരത്തിന് ഓഹരിക്കാരിയാക്കി എന്നെ തീർക്കണമേ എന്ന് ഈ നല്ല പകൽക്കാലം നീ പറയുമെങ്കിൽ കുഞ്ഞെ, നിൻ്റെ ജീവിതത്തിൽ ഇനി ഒരു നാളും കരയേണ്ടി വരത്തില്ല. കുഞ്ഞെ, നീ ഇനി ഒരു നാളും ആരുടെ മുമ്പിൽ ഇല്ല എന്ന് പറഞ്ഞ് കരം നീട്ടേണ്ടി വരത്തില്ല. കുഞ്ഞെ, ഇനി ഒരു നാളും ലോകത്തിന് മുമ്പിൽ നീ അന്യനും പരദേശിയുമാണെന്ന് പറയേണ്ടി വരത്തില്ല. കാരണം നീ കർത്താവിൻ്റെ പൈതലായിരിക്കുന്ന കാലം സ്വന്തം കണ്ണാൽ നീ അവനെ ദർശിച്ചുകൊണ്ട് അവനോട് കൂടെ യാത്ര ചെയ്യും. അതുകൊണ്ട് അന്യനും പരദേശിയുമായി ഒരു കാലത്ത് നീ ആയിരുന്നു, എന്നാൽ ഇന്നോ നീ ദൈവത്തിൻ്റെ പൈതലായി. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പൈതലായ നിന്നെ കൊണ്ട് ദൈവം ചെയ്തെടുപ്പിക്കാൻ പോകുന്ന ആ മകനെ ശുശ്രൂഷ നീ എൻ്റെ കണ്ണുകൊണ്ട് കാണണമെന്ന് ഇന്ന് പകൽക്കാലം ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, അപ്പാ, നീ മാത്രം മതിയെന്ന് പറ, നിൻ്റെ പ്രവൃത്തി മാത്രം മതിയെന്ന് പറ, നിൻ്റെ മഹത്വം കണ്ടാൽ മതിയെന്ന് പറ. ഒരിക്കലും നിൻ്റെ മുഖം വാടുവാൻ കർത്താവ് അനുവദിക്കത്തില്ല.